പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. മനോഹരമായ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശവുമായി വാത്സല്യ ശ്രോതാക്കളരികിലേക്ക് ഞാൻ വരികയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ പാദാമ്പിലായിരിക്കാം. ഇന്നത്തെ അല്പനേരം ചിന്തയ്ക്കായിട്ട് ശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദവചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടുകൂടെ അത് ശ്രവിച്ചാലും. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 33-ാം സങ്കീർത്തനം, അതിൻ്റെ 18-19 വേദവചനം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളാണ് സംഗീതക്കാരൻ ഈ തിരുവചന ഭാഗങ്ങൾ ആരാധന ഗീതം എന്ന രീതിയിൽ ചമച്ചുവെങ്കിലും ഈ സന്ദേശത്തിൽ ഞാൻ ഇങ്ങനെയാണ് അത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ പരിപാലിക്കുന്ന ദൈവം, നമുക്കറിയാം, ലോകത്തിൽ അനേക പരിപാലകന്മാർ ഉണ്ട്. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിപാലനം കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പരിപാലനം കൊടുക്കുമ്പോൾ രാജ്യത്തിന് പരിപാലനം കൊടുക്കുന്നു. എവിടെയും എന്തിനും ഒരു പരിപാലനം അതിൻ്റെ നിലവാരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാനുഷ്യ പരിപാലനങ്ങൾ മുഴുവനും ചില സന്ദർഭങ്ങളിൽ നിഷ്ഫലമായി മാറും. എത്ര പരിപാലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും കാലവർഷങ്ങൾ അവരെ പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ പരിപാലനം മാറിപ്പോകും. ഏതെല്ലാം നിലവാരങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്താലും, എത്ര സുരക്ഷിതമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ സുരക്ഷിതമാക്കിയാലും മാനുഷ്യ പരിപാലനങ്ങൾ മുഴുവനും ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തകർന്നു പോകാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിത്യത മുതൽ നിത്യത വരെ പരിപാലിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെ, മരണാനന്തരം നിത്യത വരെയും നമ്മെ പരിപാലിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. മാതാപിതാക്കളുടെ പരിപാലനം, സഹോദരങ്ങളുടെ പരിപാലനം, ഇങ്ങനെ വ്യത്യസ്തമായ നിലവാരമുള്ള പരിപാലനത്തിന്റെ കീഴിൽ സുരക്ഷിതരെന്ന് നാം കരുതുമ്പോൾ തന്നെ മാനുഷ്യമായ എല്ലാ പരിപാലനവും പൊളിച്ചു മാറ്റിയിട്ട് നമ്മുടെ ജീവനെ മരണം പിടിച്ചുകൊണ്ടുപോകും. ആ സമയത്ത് ഒരു മേഖലകൾക്കും നമ്മളെ പരിപാലിച്ച് നിർത്താൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഉന്നതന്മാരായിരിക്കുന്ന, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന, ശക്തന്മാരായിരിക്കുന്ന സ്തോത്രമല്ല ആൾക്കാർ ഈ മണ്ണിൽ നിന്ന് മാറ്റപ്പെടുകയില്ലായിരുന്നു. കോടാനുകോടി രൂപകൾ കൈവശമുള്ളവർ, എന്തിനും ഏതിനും സാധ്യതകളുള്ളവർ, മനുഷ്യ പരിപാലനം സ്തോത്രമല്ല എല്ലാ മേഖലകളിലും ഉള്ളവർ, അവരുടെ പരിപാലനങ്ങളെല്ലാം പൊളിച്ച് മരണം അവരെ കടന്നു പിടിച്ച് കൊണ്ടുപോയ ചരിത്രം നമുക്കറിയാം. എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം അവിടെ ഇങ്ങനെയല്ലേ കാണുന്നത്: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലിരിക്കുന്നു. അതേ, നമുക്കറിയാം. 33-ാം സങ്കീർത്തനം 18-19 വായിക്കുമ്പോൾ അവന്റെ ദൃഷ്ടി, അവന്റെ കണ്ണുകൾ നിന്റെ മേലിരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണുകൾ ഒരു മനുഷ്യന്റെ മേൽ ഇരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ മേൽ ഇരിക്കുന്നത്തോളം കാലം ആ കണ്ണിനെ മറികടന്ന് മറ്റൊന്നിനും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. അതാണ് സംഗീതകാരൻ പറഞ്ഞ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്റെ മേൽ, ദൈവത്തിന്റെ കണ്ണുകൾ തൻ്റെ ഭക്തന്റെ മേൽ ഇരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രാണനിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ദൈവത്തിന്റെ കണ്ണുകൾ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണുകൾ ഇരിക്കുമ്പോൾ ശത്രുവിന്റെ ഒരു കണ്ണുകൾക്കും ശത്രുവിന്റെ ഒരു തന്ത്രങ്ങൾക്കും ഒരു ദൈവപൈതലിനെ
സ്തോത്രം ഉന്നമിക്കുവാനോ തൊടുവാനോ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ കണ്ണുകൾ സകലത്തെയും സ്തോത്രം ഒരുപോലെ കാണുന്നതാണ്. ദൈവത്തിന്റെ കണ്ണിന്റെ ദൃഷ്ടിക്കിന്റെ ഉള്ളിൽ നിന്ന് ഒന്നും മറവായിരിക്കുന്നില്ല, സകലതും നഗ്നവും മലർന്നു കിടക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, തമ്പുരാന്റെ കണ്ണുകൾ നമ്മുടെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു അഗ്നിച്ചൂളയ്ക്കോ അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് വിഷം അലറിക്കിടക്കുന്ന സിംഹത്തിനോ അല്ലെങ്കിൽ സ്തോത്രമല്ലേലൂയ വെള്ളമില്ലാതെ സ്തോത്രമല്ല കാടുകൾ പിടിച്ച് ഇഴജീവികളാൽ തിങ്ങിക്കിടക്കുന്ന പൊട്ടക്കിണറിന്റെ അകത്തളങ്ങളിലോ ഒരു കണ്ണും സ്തോത്രം കാണത്തില്ല, ഒരു മനുഷ്യന്റെ കണ്ണ് കാണത്തില്ല എന്ന് വിധി പറഞ്ഞെടുത്തിട്ടാലും ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒന്നും മറവായിരിക്കത്തില്ല. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് നിന്നെ എറിയപ്പെട്ടാലും, കാരാഗ്രഹം എത്ര ശക്തമായി പൂട്ടി അടച്ച് ഉറപ്പാക്കിയാലും, തമ്പുരാന്റെ കണ്ണുകൾക്ക് മുമ്പിൽ കാരാഗ്രഹത്തിന്റെ ഉള്ളറകൾ അത് തുറക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, തമ്പുരാന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മളെ പിടിച്ചു മാറ്റുവാൻ, പിടിച്ചു കൊണ്ടുപോകുവാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നാം മെഡിക്കൽ സയൻസ് പ്രകാരമുള്ള ഈ കാലഘട്ടത്തിലെ ഏതെല്ലാം ആധുനികമായിരിക്കുന്ന ചികിത്സ രീതികൾ ഉണ്ടെങ്കിലും ആ രീതികൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് തമ്പുരാന്റെ കണ്ണുകൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് കാണാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെയും നാഡീ ഞരമ്പുകളെയും അസ്ഥി മജ്ജകളെയും എല്ലാം ഉണ്ടാക്കിയ സർവകൃപാലുവായ തമ്പുരാന് അറിയാത്തതും കാണാൻ കഴിയാത്തതും ഒന്നുമില്ല എന്ന്. കാരണം സകലത്തിന്റെ കാരണഭൂതൻ നമ്മുടെ കർത്താവായ യേശു ആണല്ലോ. അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും മറവല്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്റെ മേലിരിക്കുകയോ. അവൻ ലോകത്തിൽ സകലന്റെ മേൽ ദൈവ സകലരെയും നോക്കുന്നുണ്ടെങ്കിലും, എല്ലാം തമ്പുരാന്റെ കണ്ണിൽ കാണുന്നുണ്ടെങ്കിലും, എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും, തമ്പുരാന്റെ കണ്ണ് ഇരിക്കുന്നത് തന്റെ ഭക്തന്റെ മേലായിരിക്കും. തന്റെ ഭക്തന്റെ മേൽ കണ്ണിരിക്കുന്നോളം കാലം നെബൂഖദ്നേസറിന്റെ തീച്ചൂളകൾക്ക് 7 മടങ്ങ് സ്തോത്രത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചാലും, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ കണ്ണിരിക്കുന്നോളം കാലം ആ കണ്ണിനെ മറികടന്നുകൊണ്ട് തീ ജ്വാലയ്ക്ക് തന്റെ ഭക്തന്മാരെ തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കണ്ണിരിക്കുന്ന ദാനിയേലിനെ രാജാവ് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിഞ്ഞാലും സ്തോത്രമിലെ സിംഹങ്ങൾക്ക് ദാനിയേലിനെ തൊടുവാൻ കഴിയത്തില്ല. കാരണമെന്തോ? ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്ന ഭക്തന്റെ മുമ്പിൽ സിംഹങ്ങളുടെ കണ്ണുകൾ അടയപ്പെടുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലെ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ടാണ് സംഗീതകാരൻ നീ ഇരിക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും നീ നടക്കുന്നതും നിന്റെ കിടപ്പും എല്ലാം ദൂരവേ നിന്ന് ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ഇരിപ്പറിയുന്നവൻ, നാം നടക്കുന്നതറിയുന്നവൻ, നാം കിടക്കുന്നതറിയുന്നവൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ ഏത് സമയത്തും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സർവശക്തനാ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നമ്മെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയത്തില്ല. ഈ സമയം ദൈവമക്കൾ ഓർക്കണം, മൊർദെഖായിയോട് ചോദിച്ചാൽ പറയും, മൊർദെഖായിയുടെ മേൽ ദൈവത്തിന്റെ കണ്ണിരിക്കുന്നതുകൊണ്ട്, ദൃഷ്ടി ഇരിക്കുന്നത് കൊണ്ട് ഹാമാൻ അവനെ ഏത് നിലവാരങ്ങളിലും ചതിച്ചു ഇല്ലാതെയാക്കാൻ നോക്കിയാലും രാജാവിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് സ്തോത്രം മൊർദെഖായിയെ അവൻ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ മരണയോഗ്യനായിട്ടോ സ്തോത്രമല്ലേ വിധിക്കത്തക്കവണ്ണം പ്ലാൻ ഒരുക്കി അതിൽ ജയിച്ചു നിൽക്കുന്ന ഹാമാന്റെ മുമ്പിലും തമ്പുരാന്റെ കണ്ണിരിക്കുന്ന മൊർദെഖായി തന്റെ ഭക്തനെ ഒരു രാജാവിനും ഒരു ഹാമാനും
തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പിതാവേ, എന്നെ ശ്രദ്ധിക്കുന്ന മാതാവേ, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ആത്മാവി ഞാനൊരു കാര്യം വിളിച്ചു പറയാം. തമ്പുരാന്റെ കണ്ണ് തന്റെ ഭക്തനാണോ നീ? തമ്പുരാന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാനും നീ ഒരു ഭക്തനാണെങ്കിൽ, നമ്മുടെ മേൽ അവന്റെ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തീച്ചൂള നിന്നെ തൊടത്തില്ല, അഗ്നിജ്വാല നിന്നെ തൊടത്തില്ല, പെരുവെള്ളങ്ങൾ നിന്നെ തൊടത്തില്ല. സ്തോത്രമില്ല. മരുഭൂമിയിൽ ഉഷ്ണ കാറ്റുകളും ചൂടുകളും നിന്നെ തൊടത്തില്ല, ഒന്നും നിന്നെ തൊടത്തില്ല. ഈ സമയം ആത്മാവ് ഞാൻ പറയാം, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ. നോക്കൂ, സങ്കീർത്തനം 34:15 വായിക്കുമ്പോൾ അവന്റെ ചെവികൾ നിനക്കായി തുറന്നിരിക്കുന്നു. അവൻ നിന്റെ നിലവിളി കേൾക്കാൻ ഒരു ചെവിയും തുറക്കാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ചെവികൾ തുറക്കാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വിളിച്ചു പറയുകയാണ്, വേദനയോടെ നിലവിളിക്കുന്നവന്റെ നിലവിളിക്ക് മുമ്പിൽ ചെവി തുറന്ന് സ്തോത്രം മുൻപോട്ട് നടക്കാതെ പുരുഷാരത്തിന്റെ നടുവിൽ തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചവൻ ആരെന്ന് ചോദിച്ചവൻ നമ്മുടെ നാഥനാണ്. അവൻ ഇന്ന് നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. കുഞ്ഞെ, നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. പ്രിയ സഹോദരാസു, നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ആ ശബ്ദം ഇന്ന് നിന്റെ കാതിൽ തിരിച്ച് ആ ശബ്ദത്തിന്റെ മഹത്വം ഒരു വിടുതലായി കേൾക്കാൻ പോവുകയാണ്. സ്തോത്രം. അവന്റെ ചെവികൾ നിനക്കായി തുറന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ഭുജം നിന്നെ ചുറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കൈകൾ നിനക്ക് അനുകൂലമായിരിക്കുന്നു. അവന്റെ വായ് നിന്നോട് സംസാരിക്കും. അവന്റെ കൈകൾ നമുക്ക് അനുകൂലമായിരിക്കും. അവന്റെ സ്തോത്രം നമ്മോട് സംസാരിക്കും. ആവർത്തനം 8:3 വായിക്കുമ്പോഴും സ്തോത്രം 8:21-22 വായിക്കും. ദൈവത്തിന്റെ പരിപാലനത്തിന്റെ മഹത്വം നമുക്ക് അത്രമാത്രം തിരിച്ചറിയാൻ കഴിയും. ഈ സമയം എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അവന്റെ ചെവി നമുക്ക് തുറന്നിരിക്കുകയാണ്. അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വായ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കുകയാണ്. അവന്റെ കാലുകൾ നമ്മുടെ ശത്രുക്കളെ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് ഈ സന്ദേശം എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാതിൽ മുഴങ്ങുമ്പോൾ ആത്മാവ് പറയാ, എവിടെയെല്ലാം നിന്നെ പരാജയപ്പെടുത്തുമെന്നും നീ എവിടെയെല്ലാം തോറ്റുപോകുമെന്ന് വിധി പറഞ്ഞിട്ടുണ്ടോ, ജയിക്കാൻ ഇനി സാധ്യതയില്ല എന്ന് നീ എഴുതി തള്ളിയ ചില വിഷയങ്ങൾ, അത് ശാരീരിക രോഗങ്ങളാകട്ടെ, മാനസിക പ്രശ്നമാകട്ടെ, സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരാജയം മാത്രമാണ് ഇനി എനിക്കുള്ളൂ എന്ന് വിധി പറഞ്ഞ് മടുത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ സമയം ദൈവാത്മാവ് വിളിച്ചിട്ടില്ല. കുഞ്ഞെ, നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ടോ? നിന്റെ മേൽ അവന്റെ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി അവന്റെ ചെവി തുറന്നിരിപ്പുണ്ട്. നിനക്ക് വേണ്ടി അവന്റെ കൈകൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം അനുകൂലമായിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഹൃദ്യമായി സംസാരിക്കുകയാണ്. ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഈ സമയം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അങ്ങനെ ഭാരപ്പെടുന്നവരിന്ന്, വേദനപ്പെടുന്നവരിന്ന് ശബ്ദം കേൾക്കുന്ന വലിയൊരു വിടുതൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുക. വലിയൊരു വിടുതൽ നിങ്ങൾക്ക് മേൽ സംഭവിക്കാൻ പോവുക. പ്രാർത്ഥിച്ചാട്ടെ. എന്റെ സഹോദരങ്ങളെ, ഞാൻ കൊച്ചു സന്ദേശം ഇവിടെ വിരാമം കുറിക്കുകയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും വിടുതലിനും പ്രത്യാശയ്ക്കും കാരണമാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ ദിവസത്തിന്റെ നല്ല സമയത്ത് വാത്സല്യന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി, സ്വതാക്കൾക്ക് വേണ്ടി ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം ഈ ശബ്ദത്താൽ, വചന ശബ്ദത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. ഈ വചനത്തിന്റെ ആദ്യകാലം ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ നടന്നതിനായി സ്തോത്രം, വിടുതലയച്ചതിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിപാലനം ഹൃദ്യമായ മക്കൾ തിരിച്ചറിയട്ടെ. സ്വർഗ്ഗാതി ചെയ്തതുകൊണ്ട് നന്ദി. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾ വളരെ പ്രത്യാശയോടെ ശബ്ദമേറ്റെടുക്കുക. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥന സ്തോത്ര സഹോദരികൾ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ജയിച്ച് മുന്നേറാം. ആമേൻ.